അപ്പോൾ എഗ് ലേസിലോട്ട് വരുമ്പോൾ അതിൽ തന്നെ എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെറൈറ്റീസ് ഉണ്ട്, എഗ് സ്കാറ്റർ ചെയ്യുന്ന വെറൈറ്റീസ് ഉണ്ട്, പിന്നെ എഗ് ലേസിൽ തന്നെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്ന വെറൈറ്റീസ് ഉണ്ട്, കൂടുണ്ടാക്കുന്ന വെറൈറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇതിൽ ഒരുപാട് വരുന്നത്. ഇപ്പൊ എഗ് സ്കാറ്റേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന വെറൈറ്റീസ് ആണ് നമ്മുടെ ഗോൾഡ് ഫിഷ്, കൊയ്ക്കാർപ്പ്, അതേപോലത്തെ വെറൈറ്റീസ്. അതായത് അവർ ബ്രീഡിങ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അവരൊന്നും വലിയ രീതിയിൽ ഇങ്ങനെ പാരന്റ്ഷ്യൽ കെയറോ വേറെ കാര്യങ്ങളൊന്നുമില്ല, സ്കാറ്റർ ചെയ്തിട്ട് പോകും. അപ്പൊ അതേപോലത്തെ വെറൈറ്റിയെ നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് ബ്രീഡ് ചെയ്യും. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അവരെ ഇഞ്ചക്ട് ചെയ്തൊക്കെ, അല്ലെങ്കിൽ ഗോണോപ്രോ എന്നൊക്കെ ഇവരെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ അവരുടെ വെയിറ്റും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചും ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേസമയം നാച്ചുറൽ ബ്രീഡിങ്ങും പലരും ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രെയിനകത്ത്, അതായത് എഗ് സ്കാറ്റേഴ്സിനകത്ത് വരുന്നതാണ് ഈ കോഴിക്കാർപ്പ്, ഗോൾഡ് എല്ലാം. പിന്നെ എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെറൈറ്റീസ് ഉണ്ട്. എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെറൈറ്റീസ് പലർക്കും അറിയാൻ പറ്റും. ഏഞ്ചൽ എഗ് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. സെവറം ഉണ്ടല്ലേ, PC പൈപ്പോ ടെയിൽ പീസോ അങ്ങനത്തെ പീസ് എല്ലാം വെച്ച് കൊടുക്കാറുണ്ട്. എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെറൈറ്റീസ് ആണ്. എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെറൈറ്റീസ് മിക്കതും പാരന്റ്ഷ്യൽ കെയർ ഉള്ള വെറൈറ്റീസ് ആയിരിക്കും. മീൻസ് അത് അവരുടെ കുട്ടികളെ നോക്കിയെടുക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും. എല്ലാ വെറൈറ്റീസും അല്ല, എന്നാലും ഭൂരിഭാഗം വെറൈറ്റീസും എന്ത് ചെയ്യുക, അവരവരുടെ കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന വെറൈറ്റിയിൽ. അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന ഡിസ്കസ് ആണ്. ഡിസ്കസിന്റെ ബ്രീഡിംഗ് കഴിഞ്ഞ ശേഷം അതിന്റെ കുട്ടികൾ ഇവരുടെ ബോഡിയിലിട്ട്, പലരും വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതിന്റെ ബോഡിയെ ഒട്ടി നിൽക്കുക എന്നുള്ളത്. അതെന്ന് പറയുന്നത് ഈ ബോഡിയിൽ ഒരു മ്യൂക്കസ് ഉണ്ടാവും ഈ ഡിസ്കസിന്. ആ ബ്രീഡിംഗ് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലൂയിഡ് കഴിച്ചിട്ടാണ് കുട്ടികൾ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോകളിലെല്ലാം കാണുന്ന പോലെ ഇവർ കുട്ടികൾ ഇങ്ങനെ ഒട്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഒട്ടി നിൽക്കുന്നത്. പിന്നെ ചില ഏഞ്ചൽസ് ഒന്നും പാരന്റ്സ് കെയർ കാണില്ല, മുട്ട മാറ്റി വെച്ച് വയ്ക്കുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ബാക്കിയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് ഇവരെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഈ എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെറൈറ്റീസ് എല്ലാം സെവറ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാം ഈസി ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ